പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. പോയില്ലേ, അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ. ഞെട്ടി കേൾക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം. நீங்க பிரெக்னன்ட் ஆயிருக்கீங்களா எப்பயாவது? ആരോടും പറയരുന്ന് ആഗ്രഹിച്ചതാ. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത്? once yeah. സംഭവം അങ്ങോട്ടാ വന്നെ. A boyfriend. ഇനിയിപ്പോ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. அவர் இப்ப பாப்பீங்களா? still contactல இருக்கீங்களா? Yes. Oh, you ready? ஏன் அபார்ஷன் பண்ணீங்க? அப்போ I was too young. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്ക്. And അമ്മ வந்து அதெல்லாம் வேணாம். എന്താന്ന് വെച്ചാ തുറന്നു പറ, അവരുടെ സസ്പെൻസ്. Actually that was the right decision. சூப்பருங்க. அம்மாக்கு தெரியுமா? தெரிஞ்சு போச்சுல. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റും. அவங்களுக்கு தெரிஞ்சுதான் நான் பிரெக்னன்ட் எனக்கு தெரியும். மம்மி வந்து ஏதோ பார்த்து என்னோட வயிறு பாத்தீங்க வா அப்படின்னு അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. ஆரியரோ படத்துல இப்படி தொட்டு she's pregnant. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, നീ ഒന്നും இப்படி தொட்டு அப்படின்னாங்க. കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറൊരു ഡ്രൈവർ ആയി പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.